എന്തുകൊണ്ടായിരിക്കാം ചീറ്റ് ചെയ്യുന്നത്? ചില ആളുകളുടെ ഒരു ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നവരുണ്ട്. അവർ ഭയങ്കര ഒറ്റപ്പെട്ടു പോകുന്നു, നെഗ്ലെക്റ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ എന്നൊക്കെ തോന്നുമ്പോൾ അവർ വേറെ എവിടെയെങ്കിലും ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ നോക്കാറുണ്ട്. അതാണ് കോമൺലി കാണാറുള്ള ഒരു ഇത്. പിന്നെ ഇത് കൂടുതലും ഞാൻ സ്ത്രീകളിലാണ് ഇങ്ങനത്തെ ഒരു റീസൺ കണ്ടിട്ടുള്ളത്. പുരുഷന്മാരിൽ കൂടുതലും കാണാറുള്ളത് അവരുടെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതിവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ചീറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി അത് കാണാറുള്ളത് ഇപ്പോൾ കുറേ നാളായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുമ്പോൾ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിനോട് സെക്സ് ചെയ്യാൻ സ്നേഹം കൊണ്ട് പറ്റുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് വരത്തില്ലേ, അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞവരുണ്ട്. സോ അത് കാരണം വേറെ ആളുകളിൽ ജസ്റ്റ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ, അല്ലേ, ഒരു ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പെയ്ഡ് സെക്സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് അതൊരു ഹരമാണ്. വേറെ ഒരു അടുത്തുനിന്ന് വാലിഡേഷൻ കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിസ്ക് എടുത്ത് പോയി ചെയ്യുക, അതൊക്കെ ആൾക്കാർക്ക് ഒരു ത്രിൽ സീക്കിംഗ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന പോലെ അവർക്കൊരു ഹിറ്റ് കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് ചില ആളുകൾ വന്നിട്ട് പേഴ്സണാലിറ്റി ട്രീറ്റ്സ് ഉണ്ട്, അല്ലേ, അതായത് ഇപ്പോൾ ഭയങ്കര നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ കാര്യം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. റിവെഞ്ച് ചീറ്റിംഗ് എന്ന് പറയും. അതായത് പാർട്ട്ണറുമായിട്ട് വഴക്കിടുമ്പോഴേക്കും നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യുന്നവരുണ്ട്. റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകൾ ഡ്രങ്കായി ചില വൾണറബിൾ മൊമെൻറ്റ്സിൽ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്.